ഒരു ചെറിയൊരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മുടെ മാവിലുണ്ടായിരിക്കുന്ന 2-3 ഉണ്ണിമാങ്ങ നമുക്ക് പറിച്ചെടുക്കാം. അപ്പം എന്നോട് ആദ്യം ചോദിച്ചു, എന്തിനായി ഉണ്ടായി കിടക്കണം പറിക്കണത് അല്ലാതെ വീണത് പറിച്ചാൽ പോരേ, എടുത്താൽ പോരേന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് പറിക്കണ കാണിക്കാന്ന്. അപ്പം നമുക്കൊരു 2 പറിച്ച്, എത്ര പറിക്കണം? 2 മതി. 2 മതി. പറിക്കുവാ കേട്ടോ. ഒന്നാ ഇത് കാണാമോ? അല്ലെങ്കിൽ മുമ്പിൽ കാണാം. അത് മതി. ഇത് മതിയോ? ദേ വരുന്നു. എല്ലാവർക്കും മുമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളുടെ റെസിപ്പീസൊക്കെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുവാണെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. കാരണം കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പം മേലിലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. ഞങ്ങൾ ഇന്നിവിടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ബാല്യത്തിലേക്കൊന്ന് പോയി നോക്കി. അതെ, ഞങ്ങളുടെ ഇവിടെ മാവൊക്കെ പൂത്ത് മാങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, കണ്ണിമാങ്ങയൊക്കെ വീണ് കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ, കണ്ണിമാങ്ങയൊക്കെ വീണ് കിടക്കണ കണ്ടപ്പോൾ ഞങ്ങളുടെ മകള് പറഞ്ഞു, അമ്മ എപ്പോഴും കണ്ണിമാങ്ങ കൊണ്ടുള്ള ഒരു സംഭവം എന്നോട് പറയാറില്ലേ, നമുക്കതൊന്ന് ഷൂട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റെഡിയെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം എടുക്കണത് ചുമ്മാ ചെറിയ കണ്ണിമാങ്ങ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ആദ്യം നമുക്കത് തയ്യാറാക്കാം. ഇന്ന് ഞങ്ങൾ കിച്ചണിലൊന്നും അല്ല നിൽക്കണ, ഞങ്ങളുടെ മുറ്റത്ത് മാവിൻ്റെ ചോട്ടിൽ തന്നെ ഷെയ്ഡിൽ നിൽക്കുവാണ്. അപ്പം നമുക്ക് പതുക്കെ അതിൻ്റെ പരിപാടി ഇവിടെ നിന്നുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കളയാം. അതിനാദ്യമായിട്ട് ഞാൻ മാങ്ങ തൊണ്ടി എത്തുക. 2 കണ്ണിമാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ട്. പറിച്ചതാണ് കേട്ടോ, ഇത് തൈമാവിന്ന് പറിച്ചതാണ്. അത് തൊണ്ടി എത്തുക ചെത്തപ്പേട്ടോ. ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൽ പഠിച്ച് നടക്കണ സമയങ്ങളിൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാലാണല്ലോ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ പഴുക്കലും ഉണ്ടാവലും ഒക്കെ തുടങ്ങണേ. അപ്പോൾ ആ സമയങ്ങളിൽ വീട്ടിലിങ്ങനെ അവധിക്കാലത്തൊക്കെ ഇരിക്കുമ്പോൾ, അന്നൊക്കെ ഞങ്ങളുടെ വീടുമൊക്കെ നാട്ടിൻപുറത്താണല്ലോ, അപ്പോൾ അവിടെയൊക്കെ സുലഭമായിട്ടുണ്ടാക്കി കൂട്ടുകാരുമൊക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. നല്ല പുളിയായിരിക്കും, പക്ഷേ അന്ന് അതൊന്നും ഒരു വിഷയമല്ല. അപ്പം നമ്മുടെ മകള് പറഞ്ഞു, അമ്മ എപ്പോഴും പറഞ്ഞല്ലോ നമുക്കൊന്ന് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. ബാല്യത്തിലേക്ക് പോയി. എന്നാൽ ശരി, നമുക്ക് ചെയ്ത് കളയാമെന്ന് ഞാനും പറഞ്ഞു. ഞങ്ങൾ മാവിന്ന് പറിച്ചെടുത്ത ഉണ്ണിമാങ്ങ ജസ്റ്റ് 2 പറിച്ചൊന്ന് കാണിച്ചു കളയാം. ഒരുമാതിരി എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഒരു ചെറുപ്പത്തിലെ സംഗതി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഓർമ്മ പുതുക്കൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സംഭവമാണ്. ഇതൊരു വലിയ സംഭവമല്ല ഇത്. പുതിയ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും അല്ലേ? അതെ, ചിലപ്പോൾ. മാങ്ങയുടെ തൊണ്ട് നന്നായിട്ട് ചെത്തിപ്പോയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൈപ്പിരാശി പോലെ വരും. അതുകൊണ്ടാട്ടോ ഞാൻ കൊള്ളിച്ച് ചേർക്കണം. കണ്ണിമാങ്ങയല്ലേ, ഉറച്ചിട്ടില്ല. കണ്ണിമാങ്ങയും കണ്ട ഇത് നല്ലത്. ഇവിടെ അമ്മച്ചി എപ്പോഴും ഇവിടെ കസിൻസിൻ്റെയൊക്കെ മക്കൾ വെക്കേഷൻ എറണാകുളത്തു നിന്നൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അമ്മച്ചി സ്ഥിരം ഉണ്ടാക്കി കൊടുക്കണം ഒരൈറ്റാണ് ഇത്. അവർക്ക് ഭയങ്കര കമ്പ. നീ ഓർക്കണില്ലേ നമ്മുടെ ഷമരി ചേച്ചിയൊക്കെ പറയണത്, അശ്വിൻ ചാച്ചനും. പിന്നെ അതുകൂടാതെ വേറൊരു ഐറ്റവും കൂടെ ഉണ്ട്. ഞങ്ങൾക്കത് ഉണ്ടായി കിടപ്പുണ്ട്. അതും ഞാനിവിടെ തയ്യാറാക്കണുണ്ട്. എന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല, സസ്പെൻസാണ്. അത് നമുക്ക് ഇത്തവണ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, കൊമ്പൊക്കെ വെട്ടിയത് കൊണ്ട്. എങ്കിലും ഇത് ചെയ്യാനുള്ളത് നമുക്കുണ്ടത്. അത് നമുക്ക് അതിൻ്റെ ചോട്ടിൽ നിന്ന് പിറക്കിയെടുത്ത് കാണിച്ചത് ലൈവ് പിടിക്കണം കേട്ടോ. അതായിരിക്കും അതിൻ്റെ രസം അല്ലേ? അതെ. കണ്ണിമാങ്ങ 2 ഞാൻ ചെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് തൊണ്ട് കഴിഞ്ഞു 2. നമുക്ക് പുളിയാലോ? പുളുവാട്ടോ. കത്തിക്ക് നല്ല മുറിച്ചാ, സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കൈ കത്തിയിലിരിക്കും മോനെ. ഇത് അണ്ടി ഉറക്കാത്ത കണ്ണിമാങ്ങ ആയതുകൊണ്ട് ഇതേ കണ്ടോ, ഇതിൻ്റെ അണ്ടിയെന്ന് ചെത്തിപ്പോന്നത് കണ്ടോ? ഇത് കഴിക്കൂട്ടോ, കഴിക്കും. ഞാൻ അണ്ടി പൊളിച്ചൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് കാണാൻ വേണ്ടിട്ടോ. മാങ്ങേണ്ട ഇതേ അകത്തിരിക്കണേ അണ്ടി മൂക്കാത്തത് കൊണ്ട്. ഈ സാധനം കൂടെ കിടന്നു കഴിഞ്ഞാൽ കഴിക്കും. നമുക്ക് അരിഞ്ഞാലോ? ചുമ്മാ ചെറുതായിട്ട്. ഇതൊന്നും
ഫാഷനിലൊന്നും അല്ല അരിയണം, ചുമ്മാ റോ ഫോമിലാട്ടോ ഇതൊക്കെ കഴിക്കണേ. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാട്ടോ ഞാൻ അരിയണതും. ദേ ചുമ്മാ അങ്ങ് അരിയുക. സാധാരണ ഇങ്ങനെ ഒരു റോ ഫോമിൽ ഒരു പൂളെടുക്കുക, രണ്ടാക്കി നീളത്തിൽ ഉളക്കുക, പിളർന്നെടുക്കുക. എന്നിട്ട് ദേ ഇങ്ങനെ ചുമ്മാ അങ്ങ് കുനുകുനുന്ന് അരിഞ്ഞെടുക്കുക. തീരെ ചെറുതുമല്ല. ഇങ്ങനെ രണ്ടാക്കുക, ഇങ്ങനെ രണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ, ഒന്നും അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ. ഇത് നല്ല രസമായിരിക്കും കേട്ടോ. ഇത് രസമായിരിക്കും, ചക്ക പോലെ തന്നെ. ഇങ്ങനെ ഞാൻ 2 കണ്ണിമാങ്ങ പ്ലേറ്റിലേക്ക് തൊണ്ട് ചെത്തി അരിഞ്ഞിട്ടോ. ഇനി ഇതേ അതിന് പാകത്തിനുള്ള ഉപ്പ് നമ്മളതിലേക്ക് ചേർക്കണം. ചില ഉപ്പ് കൂടി നിന്നാലും കുഴപ്പമില്ല, കണ്ണിമാങ്ങ ആയതുകൊണ്ട് നല്ല പുളിപ്പുണ്ടാകും. അപ്പം പിന്നെ ദേ ചതച്ച മുളക് പൊടിയാട്ടോ ചേർക്കണത്. ചതച്ച മുളക് പൊടി അത് കുറച്ച് മതി. ഒരുപാട് എരിവായ കഴിക്കാൻ പാടാ. ചുമ്മാ ഇങ്ങനെ അങ്ങ് കഴിക്കുമല്ലേ ഇത്, അത് കാരണം. ഇനി എന്താണെന്ന് വെച്ചാൽ അമ്മ അരിഞ്ഞ് കാണിക്കാം. ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണതായത്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്ന ചുമന്നുള്ളി കേട്ടോ. ചുമന്നുള്ളി ഇത് കണ്ടോ, ചുമന്നുള്ളി ഒരു 2-3 ചുമന്നുള്ളി അത് മതി. ഒരു ടേസ്റ്റ് ഇറങ്ങാൻ. ഒരു ടേസ്റ്റൊന്നും അല്ല മോനെ, അന്നൊക്കെ ഇതൊരു കൗതുകമാണ്. ഞാൻ പറഞ്ഞില്ല, സ്കൂൾ അടയ്ക്കുമ്പോൾ എല്ലാവരും കസിൻസിൻ്റെ വീട്ടിൽ നിന്ന് പിള്ളേരും ഒക്കെ ഉണ്ടാവും. എല്ലാവരും കൂടെ കൂടിയുള്ള ഓരോ പണിത്തരങ്ങൾ. അവർ നേരം പോക്കാം അത്രയും പറഞ്ഞാൽ മതി. എന്നിട്ട് അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കും വെയിലും കൊണ്ട്. ഇന്നത്തെ പിള്ളേർക്ക് അതിന് സമയമില്ലല്ലോ. ഇന്നത്തെ പിള്ളേർ ട്യൂഷൻ, പഠിത്തം, പരിപാടി ഇല്ലേ, അങ്ങനെയുള്ള. ഇനി ഇതിങ്ങനെ മാറ്റാമ്മ. ഇനി എന്നാ ചെയ്യണേന്നറിയാമോ? അതെ കണ്ടോട്ടോ ഞാരിടണതല്ലേ, കണ്ടോ. ചുമ്മാ ഇങ്ങനെ ഞാരിടുക. എന്നിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഇതിലേക്ക് പിടിച്ച് നല്ല നീരൊക്കെ ഇറങ്ങിക്കിട്ടും. അന്നേരം ഇത് ചുമ്മാ വാരി പെറുക്കി തിന്നും. റോ ഫോമിൽ ഈ മോഡലിൽ തന്നെ. അതാണ് ഇത് ഞങ്ങൾ പറയണത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണിമാങ്ങ ഉപ്പും മുളകും ഇട്ടാണ് പറയണേ. ഞങ്ങളുടെ ഭാഷ അന്നത്തെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ കൂടെ കഴിക്കണേ. അതിങ്ങനെ ഇതിവിടെ നമുക്ക് സെറ്റ് ചെയ്യട്ടെ, ഉപ്പൊന്ന് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേ എടുത്ത് കളയാം അല്ലേ. അത് ഉപ്പും എരിവും ഒക്കെ അതിലേക്ക് പിടിക്കാനായിട്ട് ഈ പ്ലേറ്റിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് അതിലേക്കൊക്കെ ഇറങ്ങും. ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്ലേറ്റിൽ വെട്ടി മുറുക്കിയിട്ട് ഇതൊക്കെ അരിഞ്ഞ് ചിപ്സ് അരിഞ്ഞ് കഴിയുമ്പോൾ സ്പൂണും എടുത്ത് കോരി തിന്നുകൊണ്ട് കിടക്കും. അന്നത്തെ കാലം ഒരു കൗതുകം. അപ്പം ഇത് നമുക്ക് സെറ്റ് ആവാനായിട്ടിരിക്കട്ടെ, ഇതിലേക്കെല്ലാം പിടിക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ വേറെ ഒരു സംഗതി കൂടെ എനിക്ക് ചെയ്ത് കാണിക്കാനുണ്ട് പ്രേക്ഷകരെ. അപ്പം അതും കൂടെ നമുക്ക് കാണിക്കാം. ഇത് മൂടി വെക്കട്ടെ. മൂടി വെച്ചോ. നമ്മൾ കണ്ണിമാങ്ങ കൊണ്ടുള്ള ഐറ്റം എല്ലാം ഉപ്പും മുളകും ഒക്കെ പുരട്ടിയത് പിടിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ എൻ്റെ ബാല്യത്തിലെ കാര്യങ്ങൾ പോലെ തന്നെ, അല്ല ബാല്യത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ സംഭവം ചെയ്ത് കളയാം. പഴുത്ത മാങ്ങ കൊണ്ട്. പഴുത്ത മാങ്ങ നമ്മൾ തൊണ്ട് ചെത്തിയിട്ട് ഈ മെത്തേഡ് തന്നെ ഉപ്പ്, ഉള്ളി, മുളക് എല്ലാം ചേർത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു വെറൈറ്റി മാമ്പഴം കഴിക്കണത്. അത് എന്നാന്ന് വെച്ചാൽ കൂടുതൽ പഴുത്താൽ കൊള്ളൂല. ശരിക്കും നല്ലത് ചെനപ്പ് പാകത്തിനുള്ള മാങ്ങ കേട്ടോ. ആ പുളിയും ഉപ്പും എരിവും ഒക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടത്. അത് അമ്മയുടെയൊക്കെ വീട്ടിൽ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഈ പാണ്ടിമാങ്ങകൾ പോലെയുള്ള കുറച്ച് മാങ്ങകൾ അവിടെ ഉണ്ടായിരുന്ന പഴയ കാലത്തെ കാര്യം കേട്ടോ ഞാൻ പറയണ. എൻ്റെ ചെറുപ്പം അന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. അതായത് മാങ്ങ അരിഞ്ഞ് വെച്ച് അതിലേക്ക് ഉപ്പും മുളകും എരിവും ഒക്കെ ചേർത്ത് വെച്ച് ഒരു സ്പൂണിട്ട് കഴിക്കും. അപ്പം ഞങ്ങൾക്കും അതൊരു നല്ല ഓർമ്മയാണ്. അപ്പം അത് നമുക്കൊന്ന് ചെയ്ത് കളയാം. തുടങ്ങട്ടെ എന്നാ ഞാൻ. നമ്മുടെ സ്വന്തം മാവില് മൂവാണ്ടമാവിന്റെ ചോട്ടിൽ വീണ് കിടന്ന 2 ചെനച്ച മാങ്ങ ഞാൻ എടുത്തോണ്ട് വന്നതാ. ഒരെണ്ണം ഞാനിവിടെ ചെത്തി ഒരു പ്ലേറ്റിൽ വെച്ചു. ഒരെണ്ണം ചെത്തണ ഒന്ന് കാണിക്കാനായിട്ട് വെച്ചിരുന്നതാ കേട്ടോ. അപ്പൊ ചെത്തട്ടെ. മൂക്ക് ഞാൻ ചെത്തി എടുത്തായിരുന്നു, അതുകൊണ്ടാ. അത് കഴിഞ്ഞപ്പോഴാ ഓർത്തെ കാണിക്കണമല്ലോ എന്നതേ കണ്ടോട്ടെ. ഇത് നല്ല പാകാ മോനെ, ചെനപ്പ, ഒരുപാട് പഴുത്തിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അപ്പ പറഞ്ഞ് വല്യപ്പയുടെ വീട്ടിൽ അപ്പയുടെ തറവാട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന്, വല്യമ്മച്ചി പണ്ട് ചെയ്യുമായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തിരുമറിയിട്ട് അമ്മയുടെ ആ ഗ്രാൻഡ് ഫാദറിന് വലിയ ഇഷ്ടമുള്ളൊരു സംഭവമായി. മൂവാണ്ടനും പാണ്ടിമാങ്ങയൊക്കെ അവിടെ ചെയ്യണം. ഏത് മാങ്ങയും ചെയ്യാട്ടോ ഇതാണ്. ഇങ്ങനെ ഒരു ചേഞ്ച് അല്ലേ. ഈ മാമ്പഴം തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് എരിവും ഇതുമൊക്കെ ചേർത്ത് അതിലേക്ക് ചേർത്ത്. അമ്മ ഒരെണ്ണം ഓൾറെഡി ചെത്തി വെച്ചായിരുന്നു, ഒരെണ്ണം ഇപ്പം ചെത്തി. ഇത് പുളിയാലോ? പൂളാം. ആദ്യമാണ് പൂളാം. കണ്ടോട്ടോ, അതെ പൂളി. പുളി ഇത് നുറുക്കാം.
നുറുക്കാം. അതെ നോക്കിക്കോട്ടോ. അതെ കുഞ്ഞു 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 കുഞ്ഞ്. തീരെ ചെറുതാക്കണ്ട മോനെ. ഓ ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നു മണമൊക്കെ അടിച്ചിട്ട്. തിന്നാൻ തോന്നാത്തത് എന്താ ഉള്ളതല്ലേ? അതെ ഫുഡിനോട് അല്ലേ വെറൈറ്റി ആയിരിക്കണം, ടേസ്റ്റ് ആയിരിക്കണം. അതെ അത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ രണ്ടുപേരുമാണ് എന്നെ ഈ രീതിയിലേക്ക് ആക്കിയെടുത്തത്. അതിന് നിങ്ങളുടെ രണ്ടുപേരുടെയും കഴിവാണ്. ഞാൻ അത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഓരോന്നിൻ്റെ കമൻറ്റുകൾ പറയുമ്പോൾ എനിക്ക് വാശിയായി. ഇങ്ങനെ നമ്മൾ മൂവാണ്ടമാങ്ങ സ്ലൈസ് ചെയ്തിട്ടതാണ് കേട്ടോ. പഴുത്തതാണ്. അതും ഇതുപോലെ തന്നെ ഇതിന് കുറച്ച് ഉപ്പ ചേർക്കാവുള്ളൂ. പഴുത്ത മാങ്ങയല്ലേ, അധികം അയക്കുള്ളൂല ഉപ്പ്. ഒരു പൊടിക്ക് ഉപ്പ കേട്ടോ. ഉപ്പ് മുളക് ഇച്ചിരി ആയാലും കുഴപ്പമില്ല. ഉപ്പ് ശരിക്കും ശ്രദ്ധിച്ച് ഇടാവുള്ളൂ. സ്വല്പം മുളക്, പിന്നെ ഒരു ശരിക്കും അമ്മയുടെയൊക്കെ അവിടെ ഉള്ളി അരിഞ്ഞല്ല ഇടുന്നത്, ചതച്ചാണ് ഇടുന്നത്. ഞാനിപ്പോൾ സൗകര്യത്തിന് കാണിക്കാനായിട്ട് അരിഞ്ഞാണ് ഇടുന്നത്. ചതച്ചിട്ടാൽ കുറച്ചുകൂടെ അതിലേക്ക് മിക്സായി കിട്ടും. ചതച്ചതാണെങ്കിൽ അതാണ് ഇച്ചിരി നല്ലത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇനിയിപ്പോൾ ചതയ്ക്കാൻ കല്ല് ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ അരിഞ്ഞ് കാണിക്കണത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത്രയും ചേർത്ത് ഒരു ഉള്ളിയും കൂടെ ഇടാം. നല്ലതാ ഇത്, നല്ല രുചിയാ. പിന്നെ നല്ലതാ ഇത്. ഇവിടെ മാങ്ങ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പിന്നെ ഏത് രീതിയിലും ചെയ്യാലോ. ഇച്ചിരി മുളകും കൂടെ ഇടത്തേ. ഇട്ടോ ആ മുളകിന്റെയും മധുരത്തിന്റെയും ഒക്കെ ടേസ്റ്റ് വരുന്ന നല്ല രസമാണ്. ഉപ്പ് കുറച്ചേ പാടുള്ളൂ പഴുത്തതിന്. പച്ചയ്ക്ക് നന്നായിട്ട് ഉപ്പ് ചേരണം. ഇനി തിരുമട്ടായി. ഇതങ്ങനെ തീരുമാനമൊന്നുമില്ല. ദേ ചുമ്മാ കൈ കൊണ്ടൊന്ന്. അമ്മ എന്താ ചെയ്യണേ? ഞാൻ ആ മാങ്ങ രണ്ടും മിക്സ് ചെയ്യാൻ വെച്ചിരുന്നതൊക്കെ സെപ്പറേറ്റ് ചെയ്യുമോ ഇവിടെ നിരത്തി ഡിസ്പ്ലേക്ക്. മാങ്ങി എറിഞ്ഞത് ഇത്ര ഉണ്ട് കൊച്ചേ. ഞാനും വന്നു ടേസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോ ഞാൻ വേഗം തന്നെ. അത് ഭക്ഷണത്തിന് പിന്നെ മുൻപന്തിയിലാന്ന് എനിക്ക് അറിയാലോ. അതെ അതെ. മാങ്ങ ടേസ്റ്റ് ചെയ്യുമ്പോ പിന്നെ നമ്മളില്ലാതിരിക്കാൻ പറ്റുമോ? അല്ലെ? പറ്റൂല. പ്രത്യേകിച്ചും നമ്മുടെ പഴുത്ത മാങ്ങ മുളകിട്ടതും പച്ച മാങ്ങ മുളകിട്ടതും അല്ലേ? രണ്ടും. ആദ്യം പച്ച മാങ്ങ ടേസ്റ്റ് ചെയ്തോ. അതെ, ഇത്ര നേരം ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളെ കൊതിപ്പിക്കാനാ ഞാൻ വന്നേക്കണേ. അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് ഈ സംഭവം നോക്കാം. ആദ്യം നമുക്ക് പച്ച മാങ്ങ ടേസ്റ്റ് ചെയ്യാം. അമ്മ ടേസ്റ്റ് ചെയ്യണ്ട? വേണ്ട, ഞാൻ ഇഷ്ടം പോലെ കഴിച്ചേക്കണല്ലേ. അതെ, അപ്പൊ ഞാൻ അത് ടേസ്റ്റ് ചെയ്യാം. പച്ചമാങ്ങ കേട്ടോ. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റ് ആണ്. ഉപ്പൊക്കെ പിടിച്ചാലേ അത് രുചിയാവൂ നന്നായിട്ട്. ഇതിന്റെ രുചി ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഉറപ്പാ. ഇതില് വേറൊരു സംഗതി കൂടെ ചിലര് ചെയ്യും. അതായത് പച്ച വെളിച്ചെണ്ണ കുറച്ച് തിരുമ്മി കൈകൊണ്ട് ഞരടി വെക്കും. എനിക്കത് തിരുമ്പുമ്പോൾ അതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ ഞാനത് ചെയ്യാതിരുന്നത്. പിന്നെ ചതച്ച മുളക് പൊടിക്ക് പകരം ചിലര് മറ്റേ മുളക് പൊടി തന്നെയായിട്ടുള്ളത് ചേർക്കും. അതും ഈക്വലി ഗുഡാണ്. ഞാൻ ചതച്ചത് യൂസ് ചെയ്തെന്ന് മാത്രമേ. അപ്പൊ അത് സൂപ്പറാണ്. എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ ഏജിലൊക്കെയുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന ആരും മെമ്മറിയിൽ വരും അവർക്ക്, ഉറപ്പായിരിക്കും. അപ്പൊ ഇനി നമുക്ക് പഴുത്ത മാങ്ങ ടേസ്റ്റ് ചെയ്യാം. പഴുത്ത മാങ്ങ ആദ്യം എന്താ നിങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊതി പിടിപ്പിക്കുന്നത് അറിയാം. അതിന്റെ ചോട്ടിൽ തന്നെ നിന്നോണ്ട്. അതെ അതെ അതെ. അപ്പൊ പഴുത്ത മാങ്ങ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. മഴ പെയ്യാത്തത് കൊണ്ടും ചെനപ്പ് പാകമായതുകൊണ്ടും മൂവാണ്ടന് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരം. ചെനച്ച പാകം മൂവാണ്ടന് എപ്പോഴും നല്ലത്. പഴുപ്പിലും കൂടുതൽ ചെനപ്പ എനിക്ക് ഇഷ്ടോട്ടെ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാ. മഴ പെയ്താൽ ഇത്രയും മധുരം ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പല നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. അതെ, മേടിച്ചിട്ടാണെങ്കിലും ടൗണിലുള്ളവര് ഈ മാങ്ങയൊന്നും ഇങ്ങനെ ചെയ്തു നോക്കി ഇഷ്ടപ്പെടും. അതെ, പഴയ ഓർമ്മകളൊന്നും അയവിറക്കാലോ. അപ്പൊ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേഗം പോയിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ momas.kitchen65 വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ. നല്ല രുചിയാ. പച്ചമാങ്ങ നല്ല രുചിയുണ്ട് കേട്ടോ.